ഒരു പ്രകാശമേറിയ സൂര്യോദയം. കടുപ്പമുള്ള കാട്ടിൽ നിന്ന് സ്വർണ്ണ വെളിച്ചം പതിച്ചുകൊണ്ടിരിക്കുന്നു. വലുതും സന്തോഷവാനും ആയ മുത്തു ആന അയാളുടെ പ്രിയപ്പെട്ട പഴവൃക്ഷത്തിനരികിലേക്ക് ചുവന്നതിന്റെ വെടിപ്പോടെ തുമ്പിക്കൈ നീട്ടി. ശ്വാഗ്. എന്തോ മോശം. തുമ്പിക്കൈയില് പഴങ്ങളൊന്നുമില്ല. മുത്തുവിന്റെ കണ്ണുകൾ വലുതായി. എന്റെ പഴങ്ങൾ എവിടെയാണ് പോയത്? അവൻ ഭ്രമിച്ചു. സമീപം പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന മിനി തല ഉയർത്തി നോക്കി. മുത്തു, ഇതുവരെ നിനക്കൊരുപാട് പഴങ്ങളുണ്ടായിരുന്നു അല്ലേ? മിനി കുഴഞ്ഞു. അപ്പോഴേക്കും ശബ്ദം. തോട്ടങ്ങളിലോരം കുലുങ്ങി. മിനി ഞെട്ടി. മുത്തു, നീ കേട്ടോ? മുത്തു വിറച്ചു. മിനി, എനിക്ക് തോന്നുന്നു ആരോ എന്റെ പഴങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു. അവർക്കിടയിൽ ഒരു കണ്ണ് കാഴ്ച മാറ്റി. കുരിശുകാർ കാട്ടിലേക്ക് പടിയിറങ്ങി. ചിന്നിച്ചെന്ന കാൽപ്പാടുകൾ അവരെ കാട്ടിലുടൻ തളർന്ന മരങ്ങളുടെ ഇടയിൽ എത്തിച്ചു. മുത്തു പന്താടി. ഈ കള്ളൻ വളരെ വേഗത്തിലും ഉഷാരായിട്ടുമാണ് ഓടുന്നത്. പക്ഷേ ഞാൻ വളരെ വലിയവനാണ് ഓടാൻ. മിനി ചിരിച്ചു. നീ ഇന്നലെ ഒരു വലുത് തണ്ണിമത്തൻ കഴിച്ചുവല്ലേ? മുത്തു പിറകിലോട്ട് തിരിഞ്ഞു. അത് യഥാർത്ഥ പ്രശ്നമല്ല. അപ്പോഴാണ് ഒരു ശബ്ദം. ഹാ ഹാ ഹാ. എന്തിനാണ് ഇത്രയും തിരക്കോടെ ഓതുന്നത് മിനി? ഒരു താഴ്ന്ന കൊമ്പിൽ ഒരു ചെറു പറവ പറന്നു. കുരുവി. ഭയങ്കര ചതിയൻ. മുത്തുവിന്റെ ചെവികൾ എഴുന്നേറ്റു. കുരുവി, നീ എന്റെ പഴങ്ങളെപ്പറ്റി എന്തെങ്കിലും അറിയുമോ? കുരുവി തല കുറച്ചു. ഞാൻ അറിയാമോ? അറിയാതെയിരിക്കാമോ? മിനി കൈമുറുക്കി. കുരുവി, കളിയാക്കേണ്ട. നീ എനിക്ക് എല്ലാം പറയണം. കുരുവി വലിയ നെടുവീർപ്പ് വിട്ടു. ശരി ശരി, എന്നെ പിന്തുടരൂ. അവൻ പറക്കാനാരംഭിച്ചു. അവരെ കൂടുതൽ ആഴത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവരെ ഒരു പഴയ മരത്തിനടുത്തേക്ക് കൊണ്ടുപോയി. മിനിയും മുത്തുവും അകത്തോട്ടു നോക്കി. അകത്തു കണ്ടത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ചെറിയ ചെറുതായ കുരങ്ങന്മാർ, തെങ്ങിൻ കുലകളുടെ വലിപ്പം, പഴങ്ങൾ തിന്നുകയായിരുന്നു. മുത്തു വായി തുറന്നു. കുരങ്ങന്മാരോ? ഇവരാണ് എന്റെ പഴം കവർച്ചക്കാർ. ഒരു കുരങ്ങൻ പഴം വായിൽ കരുതിയ പോലെ നിന്നു. ചിലവട്ടം നിശബ്ദം. പിന്നെ ചിതറൽ. കുരങ്ങന്മാർ ചിതറിപ്പോയി. അവിടെയും ഇവിടെയും ചാടിത്തുടങ്ങി. നിങ്ങൾക്ക് ഇത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാനാകില്ല. മിനി ഉരുണ്ടു. മുത്തു തുമ്പിക്കൈ നീട്ടി ഒരു കൊച്ചു കുരങ്ങനെ പിടിച്ചു. നിനക്കെന്തിന് എന്റെ പഴങ്ങൾ മോഷ്ടിക്കേണ്ടി വന്നു? അവൻ ചോദിച്ചു. ചെറിയ കുരങ്ങൻ തല താഴ്ത്തി. ഞങ്ങൾക്ക് വിശന്നുപോയി. മിനിയും മുത്തുവും പരസ്പരം നോക്കി. അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ ചോദിച്ചേൽപ്പിക്കൂ. നമുക്ക് ഒത്തുചേരാം, മുത്തു കുശലമായി പറഞ്ഞു. കുരങ്ങന്മാർ തലകുനിച്ചു. അപ്പോൾ വാം. പഴയ വൃക്ഷം നടുങ്ങി. ഭൂമി കുലുങ്ങി. ഒരു വലിയ നിഴൽ അവരമേൽ വീണു. മിനി വിറച്ചു. ദൈവമേ. ഒരു ഭീമൻ കുരങ്ങൻ ഗുണ്ട മരത്തിന് പിന്നിൽ നിന്നു. അവൻ കയർത്തു. എന്റെ പഴങ്ങളൊക്കെ ആരാണ് തൊടിയത്? കുരങ്ങന്മാർ വിറച്ചു. കുരുവി മിനിയുടെ തലയിൽ ഒളിച്ചു. മുത്തു വിറച്ചു. ഓഹ്. മിനി മുന്നോട്ട് നീങ്ങി. ഇത് നിന്റെ പഴങ്ങളല്ല. ഇവയെല്ലാം മുത്തുവിന്റെ പഴങ്ങളാണ്. ഗുണ്ട തലയിഴച്ചു. എന്നാലും കാട്ടിലെ എല്ലാ പഴങ്ങളും എന്റേതല്ലേ? മിനി തലകുനിച്ചു. ഇല്ല, മോഷണം ശരിയല്ല, വലിയവനാണെന്നു കരുതിയാലും. മുത്തു നോക്കിയൊടിച്ചു. പക്ഷേ പഴങ്ങൾ കൂട്ടുകാരോടൊപ്പം പങ്കുവെക്കുമ്പോഴാണ് അതിന്റെ രുചി നൂറിരട്ടി വർദ്ധിക്കുന്നത്. ഗുണ്ട ചിന്തിച്ചു. അവൻ അപ്രത്യക്ഷമായ ഒരു പഴക്കുളം കൊണ്ടുവന്നു. പക്ഷേ കൂട്ടുകാർക്കായി ഞാൻ ഒരു വൻ പഴവിരുന്ന് ഒരുക്കിയാൽ? അവൻ ചിരിച്ചു. കുരങ്ങന്മാർ സന്തോഷിച്ചു. മുത്തുവിന്റെ കണ്ണുകൾ പൊള്ളിക്കത്തിയായി. അതോടുകൂടി വനം ഒരു വലിയ പഴവിരുന്ന്. ചൂടുള്ള കാട്ടുസൂര്യനു കീഴിൽ മിനിയും മുത്തുവും അവരുടെ പുതിയ സുഹൃത്തുക്കളും വാഴപ്പഴങ്ങളുടെ ഒരു വലിയ കൂമ്പാരത്തിന് ചുറ്റും ഇരുന്നു. മുത്തു, നിന്നെ ഇത്രയും സന്തോഷവതിയായി ഞാൻ കണ്ടിട്ടില്ല. മിനി ചിരിച്ചു. മുത്തു പുഞ്ചിരിച്ചു, വായ നിറച്ചു. മിനി, വാഴപ്പഴങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ കൂടുതൽ രുചിയുള്ളതായിരിക്കും. കുരുവി മിനിയുടെ തോളിൽ വീണു. അപ്പോൾ ഞങ്ങളുടെ സാഹസിക പട്ടികയിൽ അടുത്തത് എന്താണ്? അയാൾ ശബ്ദമുയർത്തി. മിനി പുഞ്ചിരിച്ചു. ആരാണ് എന്റെ മാമ്പഴങ്ങൾ മോഷ്ടിക്കുന്നതെന്ന് എങ്ങനെ കണ്ടെത്താം? മുത്തു തന്റെ വാഴപ്പഴത്തിൽ ശ്വാസം മുട്ടിച്ചു. നോ, ഇനി ആവർത്തിക്കില്ല. അവൻ കരഞ്ഞു. കാട് സന്തോഷത്തോടെ പ്രതിധ്വനിച്ചപ്പോൾ എല്ലാവരും